ഗുഡ് മോർണിംഗ്. ഞാൻ കാലത്ത് തന്നെ ഒരു നല്ലൊരു ട്രോമയ്ക്ക് പോയി. കാരണം ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് ചാർജ് ചെയ്യാനായിട്ട് ഫോൺ കാലത്ത് 6 മണിക്ക് നോക്കുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. അങ്ങനെയായിപ്പോയി. സാരില്ല, ഇനിയും ടൈമുണ്ട്, നമുക്ക് കോളേജിൽ പോകാനായിട്ട്. പിന്നെ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ സാരി കൊടുത്ത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കണം 6:30 ആയിട്ടും. ഇനി നമുക്ക് പോയിട്ട് വേഗം നമ്മളുടെ പരിപാടി കുളിക്കുക, സാരി എടുക്കാൻ നോക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നോക്കണം. സോ നമുക്ക് പോയിട്ട് വരാം. കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, തല കുളിച്ചിട്ടില്ല. കാരണം നമ്മളുടെ ഹെയർ കുളിച്ച് കഴിഞ്ഞാൽ പഞ്ഞിക്ക് കിടക്കില്ല, ആ ടൈം ആകുമ്പോഴേക്കും ഉണങ്ങൂല. അതുകൊണ്ട് പിന്നെ ഇനി സാരി ഉടുക്കണം, അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യണം. അത്രയും പരിപാടിയുള്ളൂ ഇനി. അപ്പം മേക്കപ്പ് ചെയ്തെടുക്കണം. മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി സാരി ഉടുത്താൽ മതി. അമ്മ ഫ്രീ ആയിട്ട് സാരി ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സാരി ഉടുത്തിട്ട് കാണാം. കുറേ നേരത്തെ യുദ്ധം കഴിഞ്ഞിട്ട് സാരി ഉടുത്തിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈൽ ഞാനിപ്പോൾ ബസ്സിന് കൊണ്ടുകൊണ്ട് ഇങ്ങനെ വെച്ച് കോളേജിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എനിക്കിതിനി പിച്ച് ഇങ്ങനെയാണ് നടക്കണ്ടേന്ന് അറിയത്തില്ല. സാരില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പോവാം. ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം തിരിച്ച് തന്നിട്ട് വരില്ല, എനിക്ക് അറിയത്തില്ല. എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സാരി. ഒന്നാമത് ഹൈറ്റും കുറവായതുകൊണ്ട് ഹീൽസ് ഇടണം, അങ്ങനത്തെ കുറേ പരിപാടികൾ. സോ നമുക്ക് കോളേജിൽ പോവാം. ഓക്കെ, ബൈ. ഹായ് ഗൈസ്, ഞങ്ങൾ കോളേജിലെത്തി. എല്ലാവരും സാരി പിടിച്ച് നടക്കാനായിട്ട് പറ്റുന്നില്ല. അതെ, നിറച്ച് വെള്ളമാണ്. മഴയും കാലത്ത് ഭയങ്കര മോശം കാലാവസ്ഥയായിരുന്നു. ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നു, ഇന്ന് നല്ല മഴ. ഐശ്വര്യം അല്ല ശിവ. ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ മുസ്രീസിൻ്റെ തന്നെ ഒരു എന്തുട്ടായിരുന്നേ അത് ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ് ഞങ്ങൾ. അവർ പറഞ്ഞു. പിന്നെ വേറെ ശ്രുതി ഏതോ ഒരു ഐഡിയ കൊണ്ട് വന്നിട്ടുണ്ട് എങ്ങോട്ടോ പോവാന്ന്. നോക്കാം, സ്ഥലം നോക്കട്ടെ. ഞങ്ങളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ഇപ്പം നടന്ന് ചെളികൾ നടക്കും. സദ്യ എപ്പോഴാണാവൂ? പറഞ്ഞ സ്ഥലം നല്ല അടിപൊളിയായിരുന്നു. കുറെ അവളെ ചീത്ത പറഞ്ഞെങ്കിൽ അവസാനം കുറച്ചധികം അതന്നെ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഇൻസ്റ്റഗ്രാമിലിടാനാണ് എനിക്ക് ഫോട്ടോസ് വേണ്ടത്. വീണ്ടും കോളേജിലെത്തി ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കണ്ടേ ജ്യോതി? അതാണ് ഓണം സെലിബ്രേഷൻ. ഇതാണ് അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ജ്യോതി സദ്യ? ഞങ്ങള് കുറേ ഫോട്ടോസ് എടുത്തിട്ട് വന്നു. അവിടെ വടംവലി മത്സരം, പിന്നെ എന്തൊക്കെയാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടാമത് പായസം ചോദിച്ച് വാങ്ങിച്ച് നേരത്തെ കുറച്ച് കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും കുടിക്കാൻ തോന്നി. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകണം. കാരണം എനിക്ക് ഇതിട്ടിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പം തന്നെ ഗായ്സ് ഞാൻ ഡ്രസ്സൊക്കെ മാറി. കാരണം എനിക്ക് അത്രയും ദൂരം പോകണോണ്ട് എനിക്ക് ഒട്ടും കംഫർട്ട് ഉണ്ടായില്ല. ഡ്രസ്സ് ഇപ്പോൾ ഓക്കെ ആയി. ഇനി നമുക്ക് ബസ് കയറി വീട്ടിൽ പോകണം. കോളേജിൽ നിന്നൊക്കെ വന്നു 6 മണി കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും. കാരണം അത്യാവശ്യം നമ്മൾ ലേറ്റായിട്ടാണല്ലോ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ ഒരു കഫേ പോയിട്ട് സർബത്തൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എവിടെയോ വെച്ച് മിസ്സായിപ്പോയി. സാരമില്ല. അങ്ങനെ അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് ക്ലാസ് ഇല്ല. ഇനി അടുത്തത് 8-ാം തീയതി 9-ാം തീയതിയാണ് ഇനി ക്ലാസ് തുറക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻറ്റേർണൽ എക്സാം ആയി. അങ്ങനെയൊക്കെ ഇനി കുറച്ച് ദിവസം ആ ഒരു മൂഡായിരിക്കും, കുറച്ച് വെക്കേഷൻ മൂഡ്, ഓണം മൂഡ്, അങ്ങനെയൊക്കെ. സോ ഇന്നും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. സോ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.